ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിസ്ഥിതി എന്ന ടോപ്പിക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ വീഡിയോ ആണിത്. 1ഉം 2ഉം കണ്ടിട്ട് വേണം മൂന്നാമത്തേലേക്ക് വരാൻ. അപ്പോൾ എല്ലാവരും അറിഞ്ഞല്ലോ, UP സ്കൂൾ ടീച്ചറിൻ്റെ എക്സാമിന് മാറ്റമൊന്നുമില്ല. നമ്മുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. എല്ലാവരും പ്രൊഫൈൽ കയറി നോക്കുക, എവിടെയാണ് എക്സാം എന്നൊക്കെ അറിയുക. നല്ല ഉഷാറായിട്ട് പഠിക്കുക. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ജീവവൈവിധ്യ മേഖലകളിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം രൂപകൽപ്പന ചെയ്തത് ആരാണെന്ന്. അതായത് ആദ്യമായിട്ട് ബയോഡൈവേഴ്സിറ്റി എന്ന പദം ഉപയോഗിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണത്? നോർമാൻ മേയർ, എഡ്വേർഡ് വിൽസൺ, ജിം കോർബറ്റ്, സുന്ദർലാൽ ബഹുഗുണ. ആരായിരുന്നത്? ഓപ്ഷൻ എ, നോർമാൻ മേയർ ആണ്. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഏതൊക്കെയാണ് ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ ഇന്ത്യയിലേത്. നമ്മുടെ ഹിമാലയം, അതേപോലെ തന്നെ പശ്ചിമഘട്ടം, ഇൻഡോ ബർമ മേഖല, സുൻഡാലാൻഡ്സ്. ഈ 4 എണ്ണമാണ് ഇന്ത്യയിലെ ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ എന്നറിയപ്പെടുന്നത്. ഇനി ആരാണ് സുന്ദർലാൽ ബഹുഗുണ? നമ്മുടെ ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അല്ലേ സുന്ദർലാൽ ബഹുഗുണ. ആരാണ് ജിം കോർബറ്റ്? ജിം കോർബറ്റ് എന്ന് പറയുന്നത് വേട്ടക്കാരനും അതേപോലെ തന്നെ സംരക്ഷകനുമായിരുന്ന ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. ആരാ? ജിം കോർബറ്റ് എന്ന് പറയുന്നത്. ജൈവ വൈവിധ്യത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നതാണ് ആരാ? എഡ്വേർഡ് വിൽസൺ. ജൈവ വൈവിധ്യത്തിൻ്റെ പിതാവ്. ജൈവ വൈവിധ്യത്തിൻ്റെ പിതാവാണ് ആര്? എഡ്വേർഡ് വിൽസൺ. അപ്പം നോർമാൻ മേയറാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന പദം ഉപയോഗിച്ചത്. ജൈവ വൈവിധ്യത്തിൻ്റെ പിതാവാണ് എഡ്വേർഡ് വിൽസൺ. ജിം കോർബറ്റ് എന്ന് പറയുന്നത് ഒരു വേട്ടക്കാരനായ ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. അതേപോലെ തന്നെ സുന്ദർലാൽ ബഹുഗുണ ആരാണ്? ഇന്ത്യയിലെ ആദ്യകാല ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. നമ്മുടെ ചിപ്കോ മൂവ്മെൻറ്റുമായിട്ട് ബന്ധമുള്ളതാണ്. ഭൂമിയുടെ ശ്വാസകോശം ഏതാണ്? ഭൂമിയുടെ ശ്വാസകോശം ആമസോൺ മഴക്കാടുകളാണ്. ഭൂമിയിലെ ഓക്സിജൻ്റെ എത്ര ശതമാനമാണ് ആമസോൺ മഴക്കാടുകളിൽ നിന്ന് ലഭിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണത്? ഓപ്ഷൻ ബി, 20% ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഏകദേശം നമുക്ക് 20% ഓക്സിജൻ ലഭ്യമാകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തെക്കേ അമേരിക്കയുടെ 40% എന്താണ്? ആമസോൺ മഴക്കാടുകളാണ്. ലോകത്തെ ഏറ്റവും വലുതും നീളത്തിൽ രണ്ടാമതുമാണ് ഏത്? ആമസോൺ നദി. ഏറ്റവും വലിയ നദിയും നീളത്തിൽ രണ്ടാമതും. അതെവിടെയാണ്? ഈ ആമസോൺ മഴക്കാടുകളിലൂടെയാണ് ഒഴുകിപ്പോകുന്നത്. ഓക്കെ, ഈ ആമസോൺ മഴക്കാടിൻ്റെ ഏകദേശം ഒരു 60% സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ബ്രസീലിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പശ്ചിമഘട്ടം ഒരു ഡാഷ് ആണ്. പശ്ചിമഘട്ടം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററാണ് പശ്ചിമഘട്ടം എന്നത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ. അതായത് 2012 പശ്ചിമഘട്ടത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററായിട്ട് പ്രഖ്യാപിക്കുന്നത്. ലോകത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞാൽ ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ നമ്മുടെ ഇന്ത്യയിലുള്ള 4 എണ്ണത്തിൽ ഒന്നാണ് എന്ത്? പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. എവിടെയാണ്? അറബിക്കടലിന് സമാന്തരമായിട്ട് ഏകദേശം 1500 കിലോമീറ്ററോളം ദൈർഘ്യത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം രൂപവൽക്കരിച്ചത് 1952 1988 എന്ത്? ദേശീയ വനനയം എന്നറിയപ്പെടുന്നത്. ദേശീയ വനനയം 1888. കേന്ദ്ര വനസംരക്ഷണ നിയമം ഫോറസ്റ്റ് ആക്ട് ഏത് വർഷത്തിലാണ് പ്രാബല്യത്തിൽ വന്നതെന്ന്? കേന്ദ്ര വനസംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് ഏത് വർഷമാണ്? അത് 1980 ആണ്. 1980. പരിസ്ഥിതി സംരക്ഷണ നിയമം വന്നത് എന്നാണ്? 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം വന്നത്. 1961 കേരളത്തിലെ വനസംരക്ഷണ നിയമം വന്നത്. വനസംരക്ഷണ നിയമം ഇവിടെ കേരള വനസംരക്ഷണ നിയമം വന്നത് 1961. കേരള വൃക്ഷ സംരക്ഷണ നിയമം വന്നത് എന്നാണ്? 1986 ആണ്. 1986 രണ്ടെണ്ണമുണ്ട്. ഒന്ന് പരിസ്ഥിതി സംരക്ഷണ നിയമവും പിന്നെയുള്ളത് കേരള വൃക്ഷ സംരക്ഷണ നിയമവും 1986 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് നിഷ്കർഷിച്ച ഏത് നിയമത്തിലാണെന്ന്? ഒരു വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ആരുടെ അനുവാദം വേണം? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണമെന്ന് നിഷ്കർഷിക്കുന്നതാണ് ഏത്? വനസംരക്ഷണ നിയമം 1918.
ഓക്കെ, ഇത് നിലവിൽ വന്നത് 1980 ഒക്ടോബർ 25 വനസംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഓക്കെ, ഇനി എന്നാണ് വന്യജീവി സംരക്ഷണം എന്താണ്, അതായത് എന്താണ്, നമ്മുടെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ സംരക്ഷണത്തിനാണ് എന്ത് വന്നത്, വന്യജീവി സംരക്ഷണ നിയമം വന്നത് 1972. അതേപോലെ 91 ഈ നിയമം എന്ത് ചെയ്യുന്നുണ്ട്, ഭേദഗതി ചെയ്യുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണ നിയമം വന്ന എന്നാണ്, അത് 1986. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. ഇന്ത്യൻ വന നിയമം 1927. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര ദിനങ്ങളാണ് തന്നിരിക്കുന്നത്, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? മാർച്ച് 21 പറഞ്ഞാൽ എന്താണ്? മാർച്ച് 21 വനദിനം, വനജയുടെ, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. മാർച്ച് 21 വനദിനം, വനജയുടെ കാലിൽ ക്ഷയം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ കോഡ് വെച്ചിട്ട്. അപ്പോൾ മാർച്ച് 21 എന്ന് പറയുന്നത് ഏതാണ്? അന്താരാഷ്ട്ര വനദിനമാണ്. ഇനി രണ്ടാമത്തെ എന്താണ്? മെയ് 22. മെയ് 22 എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. മെയ് 22 ഏതാണ്? അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്. ഓക്കെ, ഇനി എന്താണ് മാർച്ച് 3? മാർച്ച് 3 ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനമാണ്. ജൂലൈ 29. മാർച്ച് 3 എന്ന് പറയുന്നത് ലോക വന്യജീവി ദിനമാണ്. മാർച്ച് 3. സോ ആൻസർ വരുന്നത് 1B, 2D, 3A, 4C എന്ന് വരും. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോക വനദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക വനദിനം മാർച്ച് 21. നോക്കിക്കേ, കടുവാ ദിനം എന്നാണ്? ജൂലൈ 29. ഇത് അന്താരാഷ്ട്ര ദിനങ്ങളാണ്. കടുവാ ദിനം നമ്മളിപ്പോൾ പറഞ്ഞു ജൂലൈ 29. വനദിനം മാർച്ച് 21. വന്യജീവി ദിനം മാർച്ച് 3. ജൈവ വൈവിധ്യ ദിനം മെയ് 22. ജലദിനം മാർച്ച് 22. പരിസ്ഥിതി ദിനം ജൂൺ 5. മൃഗദിനം ഒക്ടോബർ 4. ലോക ഗജദിനം ഓഗസ്റ്റ് 12. ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഭൗമദിനം ഏപ്രിൽ 22. ഇത്രയുമാണ് മെയിനായിട്ടുള്ള അന്താരാഷ്ട്ര ദിനങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വനം വകുപ്പിൻ്റെ വനശ്രീ സെല്ല് കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണെന്ന്? എന്താണ്? വനവിഭവങ്ങളുടെ വിപണനമാണ്. ഓക്കെ, വനവിഭവങ്ങൾ വനത്തിൽ നിന്ന് ശേഖരിക്കുന്നവ വിപണനം ചെയ്യാനാണ് എന്ത് വനശ്രീ സെല്ലുള്ളത്. അതായത് വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ സമൂഹങ്ങളുടെ മെച്ചപ്പെട്ട ഉപജീവന മാർഗം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് എന്ത് വനശ്രീ എന്ന് പറയുന്നത്. അതായത് കാട്ടുതേൻ, അതേപോലെ ശർക്കര, കുരുമുളക്, കാട്ടിൽ നിന്ന് ലഭിക്കുന്ന കുറേ സാധനങ്ങൾ, വനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭിക്കുന്ന സാധനങ്ങളുടെ വിപണിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പരിസ്ഥിതി സംഘടനയായ IUCNൻ്റെ ആസ്ഥാനം എവിടെയാണ്? IUCNൻ്റെ ആസ്ഥാനം ഓപ്ഷൻ സി സ്വിറ്റ്സർലൻഡാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. IUCN റെഡ് ലിസ്റ്റിൽപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ത്രെറ്റൻഡ്, എൻഡേഞ്ചർഡ്, ലീസ്റ്റ് കൺസേൺ, വൾണറബിൾ. ഏതായിരിക്കും? നോട്ട് ത്രെറ്റൻഡ്, അതായത് എന്താണ്? ഭീഷണിയൊന്നും നേരിടാത്തവയെ നമുക്ക് എന്താണ് IUCN റെഡ് ലിസ്റ്റിൽ ബുക്കിൽ വേണ്ടാത്ത കാര്യം. ഓക്കെ, അപ്പോൾ എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. WWFൻ്റെ ആസ്ഥാനം, WWF എന്ന് പറഞ്ഞാൽ എന്താണ്? വേൾഡ് വൈഡ് ഫണ്ട്. അതിൻ്റെ ആസ്ഥാനം എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആസ്ഥാനമാണ് ഗ്ലാൻഡ്. ഓക്കെ, നോക്കിക്കേ, വേൾഡ് വൈഡ് ഫണ്ട് അതിൻ്റെ ആസ്ഥാനം ഗ്ലാൻഡാണ്. 1961 രൂപവൽക്കരിക്കുന്നത്. ഗ്രീൻ പീസ് എവിടെയാണ്? ആംസ്റ്റർഡാം. 1971. UNEP യുണൈറ്റഡ് നേഷൻ എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെത് നെയ്റോബിയാണ്. 1972. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻ്റ് ആണെങ്കിലും ആസ്ഥാനം നെയ്റോബി. 1977. ഗ്രീൻ ക്രോസ് ഇൻ്റർനാഷണൽ ആണെങ്കിൽ ജനീവ. 1993. വേൾഡ് നേച്ചർ ഓർഗനൈസേഷൻ ജനീവ 2010 ഔദ്യോഗികമായി നിലവിൽ വന്നത് 2014. ബേർഡ് ലൈഫ് ഇൻ്റർനാഷണൽ എവിടെയാണ്? കേംബ്രിഡ്ജും. 1922. യുണൈറ്റഡ് നേഷൻ ആണെങ്കിൽ അത് ന്യൂയോർക്ക്. 1945. എല്ലാത്തിൻ്റെയും ജസ്റ്റ് വർഷം പഠിച്ചില്ലെങ്കിലും ആസ്ഥാനമെങ്കിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുണൈറ്റഡ് നേഷൻ എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 1972 രൂപവൽക്കരിച്ചത്. ആണോ? ശരിയാണ്. 1972 UNEP രൂപവൽക്കരിക്കുന്നത്. UNEPയുടെ ആസ്ഥാനം കെനിയയിലെ നെയ്റോബിയിലാണ് അല്ലേ? UNEP എവിടെയാണ്? നെയ്റോബിയാണ് ആസ്ഥാനം. 1972 അപ്പോൾ അതും ശരിയാണ്. ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾ UNEPയുടെ മുഖ്യ കാര്യപരിപാടികളിൽ ഒന്നാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. സോ 1, 2, 3 എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. ഓക്കെ, അപ്പോൾ ഇതും കൂടിയാണ് നമുക്ക് പഠിക്കേണ്ടത്. ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾ UNEPയുടെ മുഖ്യ കാര്യപരിപാടികളിൽ ഒന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്താണെന്ന്? ഏതാണ്? ധ്രുവക്കരടി, വെള്ളക്കരടി, ഭീമൻ പാണ്ട, ചീറ്റ. ഏതാണ് വേൾഡ് ലൈഫ് WWFൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത്? അത് നമ്മുടെ ഭീമൻ പാണ്ടയാണ്. ഓക്കെ, ഭീമൻ പാണ്ടയാണ് വേൾഡ് വൈൽഡ് ലൈഫിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത്. ഇത് സ്ഥാപിതമായത് എന്നാണ്? 1961 ഇത് സ്ഥാപിതമായത്. കണ്ടോ, 1961. എവിടെയാണ് ആസ്ഥാനം? ഗ്ലാൻഡാണ് ആസ്ഥാനമായിട്ട് വരുന്നത്. ഓക്കെ, എന്താണ് അവരുടെ പ്രസിദ്ധീകരണമാണ് ലിവിങ് പ്ലാനറ്റ് ഇൻഡെക്സ് എന്നുള്ളത്. ലിവിങ് പ്ലാനറ്റ് ഇൻഡെക്സ് എന്നുള്ളത് WWFൻ്റെ ഒരു പ്രസിദ്ധീകരണമാണ്. ഓക്കെ, ഈ പാണ്ഡയുടെ പേരുണ്ട്. ഈ പാണ്ഡയുടെ പേരാണ് ചീച്ചി. ചീച്ചി എന്ന് പറയുന്ന ഭീമൻ പാണ്ഡയാണ് WWFൻ്റെ ഔദ്യോഗിക ചിഹ്നമായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങുന്ന രേഖ ഏതാണെന്ന്? അതേതാണ്? അത് ഓപ്ഷൻ എ റെഡ് ഡാറ്റ ബുക്കാണ്. ഈ റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN ആണ്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. ഈ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള വന്യജീവി സങ്കേതമാണ് ഇത്? നമ്മുടെ പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഈ റെഡ് ഡാറ്റ ബുക്കിൽ 3 നിറത്തിലാണ് എന്തുള്ളത്? നമ്മുടെ 3 നിറത്തിലുള്ള പേജുകളാണുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഒന്ന് നമ്മുടെ ചുവപ്പാണ്. ചുവപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വംശനാശം സംഭവിച്ച സ്പീഷീസുകളെ ഓൾറെഡി അവർ എന്ത് ചെയ്തു? വംശനാശം സംഭവിച്ചു പോയി. അങ്ങനെയുള്ള ജീവികളെയാണ് ചുവപ്പ് പേജിൽ രേഖപ്പെടുത്തുന്നത്. രണ്ടാമത്തത് ഏതാണ്? പിങ്ക് കളറിലാണ്. പിങ്ക് കളറിലെന്ന് പറഞ്ഞാൽ എന്താണ്? അവ ഗുരുതരമായിട്ട് വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ പച്ച പേജാണ്. പച്ചയ്ക്ക് എന്താ പ്രത്യേകത? അതായത് പണ്ട് വംശനാശ ഭീഷണി നേരിട്ടെങ്കിലും പിന്നീട് എന്ത് ചെയ്തു? അതിൽ നിന്ന് മുക്തരായവരെയാണ് പച്ച പേജിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രയുമാണ്. IUCN ആണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. പറമ്പിക്കുളമാണ് കേരളത്തിൽ നിന്നുള്ള പ്രദേശം. 3 കളറിലാണ് പേജുകളുള്ളത്. ചുവപ്പ് അതായത് ഓൾറെഡി വംശനാശം സംഭവിച്ചവർ, പിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നത്, പച്ച എന്ന് പറയുമ്പോഴേക്കും മുൻപ് വംശനാശ ഭീഷണി നേരിട്ടെങ്കിലും ഇപ്പോൾ അതിൽ നിന്ന് മുക്തരായവരെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് തെറ്റായത്? ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന കോഡിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഏതാണ്? സുസ്ഥിര വികസനം പരിസ്ഥിതി സൗഹാർദ്ദപരമാണ്. സുസ്ഥിര വികസനം സാധ്യമാകണമെങ്കിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കണം. അതേപോലെ സുസ്ഥിര വികസനത്തിന് താപവൈദ്യുത പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കണം. എന്താണ്? അപ്പം എന്ത് വരും? സുസ്ഥിര വികസനം പരിസ്ഥിതി സൗഹാർദ്ദപരമാണ്. അതെ, സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? നിറവേറ്റുന്ന ഒരു സമീപനമാണ് സുസ്ഥിര വികസനം. അതായത് നമ്മൾ ഈ വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ മക്കളും അവരുടെ മക്കളൊക്കെ വരുമ്പോഴേക്കും ഈ വസ്തുക്കളൊന്നും ഉണ്ടാവാതെ വരും. അതായത് നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? നിറവേറ്റിയിട്ട് അതായത് മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് അതിനെ ഒന്ന് സംഭരിച്ച് വെക്കുക. അതിനെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അപ്പോൾ അത് പരിസ്ഥിതി സൗഹാർദ്ദപരമാണ്. ഇത് ശരിയാണ്. സുസ്ഥിര വികസനം സാധ്യമാകണമെങ്കിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കേണ്ടത്. അതായത് നമ്മുടെ കാറ്റ്, സൗരോർജ്ജം തുടങ്ങിയ അല്ലെങ്കിൽ നമ്മൾ പെട്രോളൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ തീർന്നു പോകും കാര്യം. അപ്പോൾ എന്ത് ചെയ്യണം? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെയാണ് അവിടെ ആശ്രയിക്കേണ്ടത്. സുസ്ഥിര വികസനത്തിന് താപവൈദ്യുത പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കണം. ഇത് തെറ്റാണ്. അപ്പോൾ ഏത് വരും? ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രമാണ് ആൻസറായിട്ട് വരേണ്ടത്. സുസ്ഥിര വികസനം എന്ന് പറയുന്നതിന് പ്രധാനമായിട്ട് 3 ലക്ഷ്യങ്ങളാണുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത് പാരിസ്ഥിതിക ലക്ഷ്യവും, 2 പറയുന്നത് സാമ്പത്തിക ലക്ഷ്യവും, 3 പറയുന്നത് എന്താണ്? സാമൂഹിക ലക്ഷ്യവുമായിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെയാണ് സുസ്ഥിര വികസനത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ എന്ന് പറയുന്നത്. ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ. ഓക്കെ, അവർ കോമൺ ഫ്യൂച്ചർ എന്നറിയപ്പെടുന്ന കമ്മീഷനാണ് ഏത്? ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ എന്നറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? അവർ കോമൺ ഫ്യൂച്ചർ. ഓക്കെ, അപ്പം മെയിനായിട്ട് സുസ്ഥിര വികസനത്തിന് 3 എണ്ണമാണുള്ളത്. എന്തൊക്കെയാണ്? പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ വേണം, സാമ്പത്തിക ലക്ഷ്യങ്ങൾ വേണം, അതേപോലെ തന്നെ സാമൂഹിക ലക്ഷ്യങ്ങൾ വേണം. സുസ്ഥിര വികസനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനത്തെയാണ് എന്തെന്ന് പറയുന്നത്? സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവിയോൺമെൻറ്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്?
സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ്. ആരാണത്? അത് അനിൽ അഗർവാളാണ്. ഓപ്ഷൻ ബി അനിൽ അഗർവാളാണ് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. 1980 ന്യൂഡൽഹി ആസ്ഥാനമായിട്ടാണ് ഈ ഒരു അത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ CSE ഇപ്പോഴത്തെ നിലവിലെ ഇതിൻ്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് സുനിത നരേനാണ്. സുനിത നരേനാണ് ഇതിൻ്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, ആരാണ് കുൽദീപ് സിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് പരിസ്ഥിതി വിഷയങ്ങൾ നിരവധി പൊതു താല്പര്യ ഹർജികൾ തീർപ്പാക്കിയതിനാൽ ഹരിത ന്യായാധിപൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? കുൽദീപ് സിംഗ്. ആരാണ് ഹരിത ന്യായാധിപൻ എന്നറിയപ്പെടുന്ന വ്യക്തി? ഹരിത ന്യായാധിപൻ ആണ് കുൽദീപ് സിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി സ്വാമി ചിന്താനന്ദജി ആരാണ്? ഇന്ത്യയിലും മറ്റു പല രാജ്യങ്ങളും പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് ഇദ്ദേഹം. സുന്ദർലാൽ ബഹുണിനെ നമുക്കറിയാം ആരാണ്? ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ്. അപ്പോൾ ആൻസറായിട്ട് വരുന്ന ഇതാണ് അനിൽ അഗർവാളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണെന്ന്? ഏതാണ് 1983 ആരംഭിച്ച പ്രസ്ഥാനം? അത് ഓപ്ഷൻ സി അപ്പിക്കോ പ്രസ്ഥാനമാണ്. അതായത് നമ്മുടെ കർണാടകയിലെ തേക്ക് പ്ലാന്റേഷൻ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒത്തിരി മരങ്ങൾ മുറിച്ചു മാറ്റുന്നൊരു സംഭവമുണ്ട്. അതിനെതിരെ നടത്തിയ പ്രസ്ഥാനമാണ് എന്ത്? അപ്പിക്കോ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ. അപ്പിക്കോ എന്നുള്ള മീനിങ് എന്താണ്? ടു ഹഗ്, ആലിംഗനം ചെയ്യുക. അത് തന്നെയാണ് ചിപ്കോയുടെ മീനിങ് കേട്ടോ. ആലിംഗനം ചെയ്യുക, അതാണ് അപ്പിക്കോ എന്നുള്ളതിൻ്റെ വേർഡ് മീനിങ്. ഇതെവിടെയാണ്? കർണാടകത്തിലാണ് ഇത് ആരംഭിച്ചത്. സുന്ദർലാൽ ബഹുണിയുടെ പിന്തുണയോടുകൂടി. ആരാണ് അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്നത്? പാണ്ഡുരംഗ ഹെഡ്ഗെ. പാണ്ഡുരംഗ ഹെഡ്ഗെയാണ് അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതുമായിട്ടാണ് ബിഷ്ണോയ് വിഭാഗക്കാർക്ക് ബന്ധമുള്ളത്? ബിഷ്ണോയ് വിഭാഗക്കാർ ഏതാണ്? ഓപ്ഷൻ എ വനനശീകരണമാണ്. അതായത് 1730കളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? രാജസ്ഥാനിലെ ബിഷ്ണോയ് ഗ്രാമത്തിലെ നമ്മുടെ അന്നത്തെ രാജാവായിരുന്ന ജോധ്പൂരിലെ രാജാവായിരുന്ന അദ്ദേഹം കൊട്ടാരത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ധാരാളം മരങ്ങൾ മുറിച്ചു മാറ്റുകയുണ്ടായി. ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനെതിരെയായിട്ട് നടത്തിയ ഒരു സംഘം സ്ത്രീകൾ നടത്തിയ പ്രസ്ഥാനമാണ് എന്താ? ബിഷ്ണോയ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അന്നത്തെ അതിൻ്റെ നേതൃത്വം വഹിച്ചത് അമൃതാദേവി ബിഷ്ണോയിയാണ്. അമൃതാദേവിയാണ് അതിന് നേതൃത്വം നൽകിയത്. ബിഷ്ണോയ് പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ എവിടെയാണ്? ഗജാർലിയിലാണ്. ഓക്കെ, ഈ അമൃത ബിഷ്ണോയുടെ ബഹുമാനാർത്ഥമാണ് എന്ത് ചെയ്യുന്നത്? അമൃതാദേവി ബിഷ്ണോയ് നാഷണൽ അവാർഡ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി അവാർഡും കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതാണ് എന്ത്? ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? ആലിംഗനം ചെയ്യുക എന്നുള്ളത്. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യം ഉണ്ടായിരുന്നു. എന്താണ്? ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത്. ഇതായിരുന്നു ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തായിരുന്നു ജംഗിൾ ബച്ചാവോ ആന്തോളൻ? ജംഗിൾ ബച്ചാവോ ആന്തോളൻ എന്ന് പറഞ്ഞാൽ 1980കളിലെ സ്വാഭാവിക വനം നശിപ്പിച്ച് പകരം കൂടുതൽ വില കിട്ടുന്ന തേക്കുമരങ്ങൾ, അതാണ് ജംഗിൾ ബച്ചാവോ ആന്തോളനം. അതിന് നേതൃത്വം നൽകിയത് എവിടെയായിരുന്നു? സിഗ്മൻ ജില്ലയിലാണ്. ബീഹാറിലെ സിഗ്മൻ ജില്ലയിലെ ആദിവാസികളാണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ എന്നൊരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത്. ഓക്കെ, ഇനി ഒരു പാർട്ടും കൂടി ആകുമ്പോഴേക്കും നമ്മുടെ പരിസ്ഥിതി എന്ന ടോപ്പിക്ക് തീരും. അത്യാവശ്യം ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ UP സ്കൂൾ ടീച്ചറിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നു എന്ന് എല്ലാവരും അറിഞ്ഞല്ലോ. എത്രയും പെട്ടെന്ന് കയറി നോക്കുക, എവിടെയാണെന്നൊക്കെ അറിയുക, നല്ല ഉഷാറായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക്